ഹലോ കൂട്ടുകാരെ, 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 6ാമത്തെ യൂണിറ്റായ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമായി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ പന്തങ്ങൾ എന്ന കവിതയിലെ വരികൾ തന്നിട്ടുണ്ട്. കൃഷി ആരംഭിച്ചതിനെ പറ്റിയാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് തീയുണ്ടാക്കാൻ തുടങ്ങിയതെന്നും ആ തീ ഉപയോഗിച്ച് കാടും പടലുമൊക്കെ കത്തിക്കരിച്ചതിന് ശേഷം അവിടെ പുതിയ കൃഷി ഇറക്കുകയും അധികം വിളവുണ്ടാക്കുകയും ചെയ്തതിനെ പറ്റിയാണ് ഈ വരികളിൽ പറയുന്നത്. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷികോൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടിവന്നിരുന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായി കൃഷി തുടങ്ങിയതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് ഭൂമിയും മനുഷ്യാധ്വാനവും മാത്രമാണ് ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനുള്ള ഘടകങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൂടുതൽ ഉൽപാദനത്തിന് വേണ്ടി, അതായത് ഒരുപാട് വിളവുണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരുപാട് അധ്വാനം ഇവർ ചെയ്യേണ്ടതായിട്ട് വന്നു. പതിയെ പതിയെ എന്ത് ചെയ്തു, ഇരുമ്പ് കൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കിളയ്ക്കാനും വെട്ടാനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം കൃഷി എന്ത് ചെയ്തു, കൂടുതൽ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. മനുഷ്യ പുരോഗതിയുടെ തുടക്കത്തെ പറ്റിയുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നോക്കൂ, ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം, പിന്നെന്താണ് കൃഷിയുടെ വ്യാപനം, പിന്നെന്താണ് സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം. ഇങ്ങനെ 4 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്ര നിരീക്ഷണത്തിലൂടെ നിഷാൻ കണ്ടെത്തിയ ആശയങ്ങളെ അവയുടെ കാലക്രമം അനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഓർഡർ? അതേ ഓർഡറിൽ തന്നെയാണല്ലേ. ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അതോടുകൂടി എന്തുണ്ടാവാൻ തുടങ്ങി, കൃഷിയുടെ വ്യാപനം തുടങ്ങി. വ്യാപനം തുടങ്ങിയപ്പോൾ എന്താണ്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. പിന്നെയും അധികമായപ്പോൾ അത് എന്ത് ചെയ്യാൻ തുടങ്ങി, സാധനങ്ങൾ വിപണനം നടത്താനായി തുടങ്ങി. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞാണല്ലേ, ഒരുപാട് കൃഷിയായി, അപ്പോൾ എന്താണ്, ഒത്തിരി ഉൽപാദനം ഉണ്ടായി. ആദ്യമൊക്കെ എന്ത് ചെയ്തു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുകയും ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ആവശ്യക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ? ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. അതായത് ആദ്യം എന്താണ്, അടുത്തടുത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ അവരുടെ കയ്യിൽ ഒരാൾ വെണ്ടയ്ക്ക കൃഷി ചെയ്തു എന്ന് വിചാരിക്കുക, മറ്റൊരാൾ തക്കാളിയാണ് കൃഷി ചെയ്തതെന്ന് കരുതുക. അപ്പോൾ വെണ്ടയ്ക്ക ഉള്ള ആൾ എന്ത് ചെയ്യും, അയാളുടെ കയ്യിലുള്ള അധികമായിട്ടുണ്ടായ വെണ്ടയ്ക്ക തക്കാളി ഉണ്ടാക്കിയ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് തക്കാളി ഇങ്ങോട്ട് മേടിക്കും. അതുപോലെ തക്കാളി കൃഷി ചെയ്ത ആൾ എന്തോ ചെയ്യും, കുറച്ച് തക്കാളി വെണ്ടയ്ക്ക് കൃഷി ചെയ്ത ആൾക്ക് കൊടുത്തിട്ട് വെണ്ടയ്ക്ക് ഇങ്ങോട്ട് മേടിക്കും. അപ്പോൾ 2 പേർക്കും എന്ത് ചെയ്യും, 2 സാധനങ്ങളും കിട്ടും. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിരുന്നു. പിന്നീട് അതിലും കൂടുതൽ ഇവർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ കൊണ്ടുപോയി ഇതുപോലെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. എന്താണ് വ്യാപാരം എന്നവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം അല്ലേ? അപ്പോൾ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ച്, അതിപ്പോൾ എന്താവാം, പൈസയാവാം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളാകാം, എന്തും ആവാം. പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, വ്യാപാരം എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ വ്യാപാരം അല്ലേ നടന്നത്. ഇനി നോക്കിയേ, ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യകാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുത്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ചെമ്പിലോ വെള്ളിയിലോ സ്വർണത്തിലോ ഒക്കെ നിർമ്മിച്ച നാണയങ്ങളാണ് പകരമായിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാരപാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ്.
അപ്പോൾ ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളായിരുന്നു. പിന്നെ അതുകൂടാതെ മറ്റ് വസ്തുക്കളും എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ വളരെ ദൂരത്തിലുള്ള ദേശങ്ങൾ തമ്മിലും എന്ത് ചെയ്തു, വ്യാപാര ബന്ധം ആരംഭിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു, പുതിയ പുതിയ വഴികൾ, പാതകളൊക്കെ അവർ തയ്യാറാക്കി. അത്തരത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു പാതയാണ് ഇത് പട്ടുപാത അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത്. സിൽക്ക് റൂട്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലും ബന്ധിപ്പിക്കുന്ന പാതയാണേത്? പട്ടുപാത അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കിയേ. കൃഷിയുടെ വ്യാപനം എന്തിന് കാരണമായി? മിച്ചോൽപാദനം, അധിക ഉൽപാദനത്തിന് കാരണമായി. അധികമായിട്ട് ഉൽപാദനം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഉൽപ്പന്ന സംഭരണം അല്ലേ, നമ്മൾ അധികമായിട്ടുണ്ടായ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ അതെന്ത് ചെയ്തു? ഉൽപ്പന്ന കൈമാറ്റം. കുറേയൊക്കെ സംഭരിച്ച് വെച്ചു, അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്രയൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. പിന്നെന്ത് ചെയ്തു? ചന്തകൾ അല്ലെങ്കിൽ അങ്ങാടികൾ. ഉൽപ്പന്നം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ രൂപീകരിക്കപ്പെട്ടു? ചന്തകളോ അങ്ങാടികളോ ഒക്കെ രൂപീകരിച്ചു. പിന്നീട് അതെന്തായി മാറി? കച്ചവട കേന്ദ്രങ്ങളോ നഗരങ്ങളോ ഒക്കെയായി മാറി. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ നിന്ന് എങ്ങനെയാണ് നഗരങ്ങൾ രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? കൃഷിയുടെ വ്യാപനം മിച്ചോൽപാദനത്തിന് കാരണമായി. മിച്ചോൽപാദനം ഉൽപ്പന്ന സംഭരണത്തിന് കാരണമായി. ഒരുപാട് സംഭരിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. കൈമാറ്റം ചെയ്യാനുള്ള സ്ഥലങ്ങളായിട്ട് ചന്തകളോ അങ്ങാടികളോ ഒക്കെ രൂപപ്പെട്ടു. ഇത്തരത്തിൽ രൂപപ്പെട്ട, അതായത് ചന്തകളും അങ്ങാടികളും ഒക്കെ രൂപപ്പെട്ട സ്ഥലങ്ങൾ കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായി മാറി. ഇനി അടുത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഈ കൃഷിയും വ്യാപാരങ്ങളും ഒക്കെ പിൽക്കാലത്ത് എന്താണ്? വരുമാനം ലക്ഷ്യമാക്കിയുള്ളവയായി. ഇവിടെ കൗടില്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അർത്ഥശാസ്ത്രം. അപ്പോൾ എന്താ കൗടില്യൻ പറഞ്ഞിരിക്കുന്നത്? അഭിവൃദ്ധി, അതായത് പുരോഗതി വേണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? നിലവിലെ അഭിവൃദ്ധിയെയും ബാധിക്കും, ഭാവിയിലെ വളർച്ചയെയും ബാധിക്കുമെന്നാണ് കൗടില്യൻ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യമായല്ലേ, എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് ചോദിക്കാം. അപ്പോൾ വരുമാനം ലഭ്യമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാം. അതായത് നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് ലഭിക്കുന്നു? ഒരു തുക ലഭിക്കുന്നു അല്ലേ, നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് എന്തിലൂടെയാണ്? ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യം എന്താ കാണുന്നത്? നമ്മുടെ ഒരു തേയിലത്തോട്ടമാണല്ലേ. തേയിലത്തോട്ടത്തിൽ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു? തേയില നുള്ളുന്നു. പിന്നെ അവിടെ നിന്ന് എന്തോ ചെയ്യുന്നു? അതൊരു ഫാക്ടറിയിൽ ആ തേയില കൊണ്ടുപോയിട്ട് അവിടെ പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നെ അതെന്തായിട്ട് വരുന്നു? ഒരു തേയിലപ്പൊടിയുടെ പാക്കറ്റായിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ചായ, നമുക്ക് ഇഷ്ടമുള്ളൊരു പാനീയമാണ്. ഈ ചായ ഉണ്ടാക്കാൻ എന്താണ്? തേയില ആവശ്യമാണ്. അപ്പോൾ തേയില എങ്ങനെ ഉണ്ടാവുന്നത്? തേയിലച്ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുത്ത് ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ചാണ് തേയിലപ്പൊടിയാക്കി എന്ത് ചെയ്യുന്നത്? അവ മാറ്റുന്നത്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഈ പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണല്ലേ, ഒരു വരുമാനം ലഭിക്കുന്ന പ്രവർത്തനമല്ലേ ഇത്. അപ്പോൾ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ പൊതുവായിട്ട് 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്താണ് ആ 3 മേഖലകളെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നോക്കൂ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇതാണ് ആ 3 മേഖലകൾ. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ ആദ്യത്തെ ജോലി തേയില നുള്ളുന്നു. അവർക്ക് വരുമാനം ലഭിക്കുന്ന എന്തിൽ നിന്നാണ്? ആ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിൽ നിന്നാണ് അവർക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ അതെന്താണ്? പ്രാഥമിക മേഖലയാണ്. കൃഷിക്ക് പ്രാധാന്യമുള്ള മേഖലയാണ് പ്രാഥമിക മേഖല. അതുകൊണ്ട് പ്രാഥമിക മേഖലയെ എന്തെന്നും വിളിക്കുന്നു? കാർഷിക മേഖല എന്നും വിളിക്കുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്? കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം, ഇതെല്ലാം എന്തിൽ വരുന്നു? പ്രാഥമിക മേഖലയിൽ വരുന്നു. അപ്പോൾ നോക്ക്, കൃഷി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതി വിഭവങ്ങളുമായി നേരിട്ട് ഇടപെടുകയല്ലേ ചെയ്യുന്നത്.
ഇത് വനപരിപാലനം എന്ന് പറഞ്ഞാലും നമ്മൾ കൃഷിയുമായിട്ട് നേരിട്ട് നിൽക്കുന്നതല്ലേ. ഖനനം എന്ന് പറഞ്ഞാൽ മണ്ണിലല്ലേ നമ്മൾ ഖനനം നടത്തുന്നത്. അതുപോലെ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാലും എന്താണ്, ജലാശയങ്ങളിൽ നിന്നല്ലേ മത്സ്യം പിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, പ്രകൃതി വിഭവങ്ങളുമായിട്ട്, പ്രകൃതിയിലുള്ള വസ്തുക്കളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നവയാണ്. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നു, പ്രാഥമിക മേഖലയിൽ വരുന്നു. അടുത്തത് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്ന് ഉള്ള ഈ പ്രകൃതി വിഭവങ്ങളുണ്ടല്ലോ, ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പ്രാഥമിക മേഖലയിൽ നിന്ന് ലഭിച്ച തേയിലച്ചെടി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി, തേയിലപ്പൊടി ഉണ്ടാക്കി. അപ്പോൾ ആ തേയിലച്ചെടിയെ തേയിലപ്പൊടിയാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്വിതീയ മേഖല പ്രക്രിയ എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ദ്വിതീയ മേഖലയെ നമ്മൾ എന്തെന്നും വിളിക്കുന്നു, വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നുണ്ട്. കാരണം അത് വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ ദ്വിതീയ മേഖലയിൽ വരുന്ന എന്തൊക്കെയാണ്, വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. ഇവയൊക്കെ എന്താണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടിയ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. ഇപ്പോൾ നമ്മൾ തേയിലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ തേയില പാക്കറ്റായിട്ട് അത് ഫാക്ടറിയിൽ രൂപപ്പെടുന്നു. പക്ഷേ അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരാൾ വണ്ടിയിൽ അതിനെ കൊണ്ടുവരണ്ടേ. അപ്പോൾ അതെന്താണ്, സേവനമാണ് അല്ലേ. അതായത് ആ ഉൽപ്പന്നങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതെന്തിൽ വരും, തൃതീയ മേഖലയിൽ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയുടെ മറ്റൊരു പേരാണ് കാർഷിക മേഖല. ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരെന്താണ്, വ്യാവസായിക മേഖല. തൃതീയ മേഖലയുടെ മറ്റൊരു പേരെന്താണ്, സേവന മേഖല. ഇനി നോക്കൂ, പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതി വിഭവങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നു അല്ലേ, നേരിട്ട് ഉപയോഗപ്പെടുത്തി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ. ദ്വിതീയ മേഖലയിൽ പ്രാഥമിക മേഖലയിൽ നിന്ന് വരുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ദ്വിതീയ മേഖല. ഇനി നമുക്ക് എന്താണ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇത് മൂന്നും മറന്നു പോകരുത്. ഇതിൻ്റെ ഉദാഹരണങ്ങളും കൃത്യമായി ഓർത്തു വയ്ക്കണം. ഇവിടെ നോക്ക്, കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഖനനം, മത്സ്യബന്ധനം, ആരോഗ്യരംഗം, വ്യവസായം, കെട്ടിട നിർമ്മാണം, കൃഷി, വൈദ്യുതി ഉൽപ്പാദനം, വാർത്താവിനിമയം, ബാങ്കിങ്. ഇവയെ ഈ 3 ടേബിളുകളിലായിട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ തിരിക്കണം. ഏതൊക്കെയാണ് ഈ മേഖലകളിൽ വരുന്നത്? പ്രാഥമിക മേഖലയിൽ ഏതൊക്കെ വരുന്നു? ഖനനം, കൃഷി, മത്സ്യബന്ധനം. ദ്വിതീയ മേഖലയിൽ ഏതൊക്കെയാണ് വരുന്നത്? വ്യവസായം, കെട്ടിട നിർമ്മാണം, വൈദ്യുതി ഉൽപ്പാദനം. ഇനി നമ്മളുടെ മൂന്നാമത്തെ മേഖലയായ തൃതീയ മേഖലയിൽ ഏതൊക്കെ വരും? ആരോഗ്യരംഗം, വാർത്താവിനിമയം, ബാങ്കിങ്. വ്യവസായങ്ങളുടെ വളർച്ച. ഒരു ആത്മകഥ. മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എണ്ണ ശേഖരിച്ച് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. ഉണക്കിയെടുത്ത ഷീറ്റ് വാൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി. ചെരുപ്പിൻ്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിൻ്റെയും റബ്ബർ ഷീറ്റിൻ്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റിവിട്ടു. വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ ഗ്രാമങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിലെല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു. റബ്ബർ ചെരുപ്പ്. അപ്പോൾ ഇവിടെ റബ്ബർ ചെരുപ്പിൻ്റെ ആത്മകഥയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ഒരു ആത്മകഥ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. അപ്പോൾ ഈ അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് നമുക്ക് ഏതെങ്കിലും ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് മുള എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം പേപ്പർ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തു ഏതാണ്? മുളയാണ് കേട്ടോ. അപ്പോൾ ആദ്യകാലത്ത് എന്താണ് നമ്മൾ കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്? എന്തായിരുന്നു? ഭക്ഷ്യവസ്തുക്കളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പിന്നീട് എന്താണ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കളും എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അത്തരത്തിലുള്ള വസ്തുക്കളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുള കൃഷി ചെയ്യുമ്പോൾ മുളയിൽ നിന്ന് എന്തുണ്ടാക്കുന്നു? പേപ്പർ റോൾ ഉണ്ടാക്കുന്നു. പേപ്പർ റോൾ വെച്ച് എന്തുണ്ടാക്കുന്നു? നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നു അല്ലേ. അതുപോലെ റബ്ബർ പാല് അതിനുവേണ്ടി റബ്ബർ എന്ത് ചെയ്യുന്നു? റബ്ബർ കൃഷി ചെയ്ത് അതിൻ്റെ പാലെടുക്കുന്നു. പാലെടുത്തിട്ട് അത് വെച്ച് എന്താക്കി മാറ്റും? അതിനെ റബ്ബർ ഷീറ്റാക്കി മാറ്റും. ഷീറ്റാക്കി മാറ്റുന്നത് ഉപയോഗിച്ച് എന്തുണ്ടാക്കും? ടയറുകൾ ഉണ്ടാക്കും അല്ലേ. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചിത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ അല്ലേ. അതായത് ഇപ്പം മുളയുണ്ടാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് വെച്ചിട്ടുള്ള പേപ്പർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാർഷിക മേഖലയും വ്യവസായ മേഖലയും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖലയായതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപ്പാദനം സാധ്യമാകുന്നത്. അതുപോലെ ഇപ്പോൾ പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? സാമ്പത്തിക സഹായങ്ങളൊക്കെ വേണം അല്ലേ, അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ വേണം. ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത് ആരാണ്? തൃതീയ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മേഖലകൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഉൽപ്പാദനം സാധ്യമാകുന്നത്. അടുത്തത് നോക്കൂ, ഉൽപ്പാദനവും ഉൽപ്പാദന ഘടകങ്ങളും. അപ്പോൾ ഉൽപ്പാദനം നടക്കണമെങ്കിൽ ചില ഘടകങ്ങൾ ആവശ്യമാണ്. അവയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. അപ്പോൾ ഒരു ചോദ്യം നോക്കൂ, എന്താണ് ഉൽപ്പാദനം എന്ന് ചോദിക്കുക. എന്താണ് ഉൽപ്പാദനം? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഉൽപ്പാദനം. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപ്പാദനം നടക്കുന്നത്. ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. അപ്പോൾ എന്താണ്? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയും? ഉൽപ്പാദനം എന്ന് പറയും. ഇനി ഉൽപ്പാദനം നടക്കുന്നത് എങ്ങനെയാണ്? നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് എന്ത് നടക്കുന്നത്? ഉൽപ്പാദനം നടക്കുന്നത്. ഇനി ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഈ ഘടകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് വിളിക്കും. 4 ഘടകങ്ങളാണുള്ളത്. ഏതാണ് ആ 4 എണ്ണം? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ആ 4 ഉൽപ്പാദന ഘടകങ്ങൾ. ഇനി നമുക്ക് ഓരോ ഉൽപ്പാദന ഘടകങ്ങളും വിശാലമായി നോക്കാം. ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ഭൂമിയാണ് ആദ്യം തന്നിരിക്കുന്നത്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ ഭൂമി എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഭൂമിയിലെ ഘടകങ്ങളല്ലേ. എന്തൊക്കെ ഘടകങ്ങൾ? ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ. ഇവയൊക്കെയാണ് നമ്മൾ ഭൂമി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എവിടെ നിന്നൊക്കെയുള്ള വസ്തുക്കളെ എടുക്കുന്നത്? ഭൂമിയുടെ ഉപരിതലം. ഉപരിതലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെ, മണ്ണല്ലെ, പുറമേ കാണുന്ന സാധനങ്ങൾ. പിന്നെന്താണ്? ഭൗമാന്തരീക്ഷം. ഭൗമാന്തരീക്ഷത്തിലെയാണ് ഏതൊക്കെ? വായുവും സൂര്യപ്രകാശവും ഒക്കെ. ഇനി എന്താണ്? ഭൂമിയുടെ അന്തർഭാഗം. അന്തർഭാഗത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഖനനം ചെയ്ത ധാതുക്കൾ കിട്ടുന്നത്. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ഭൂമി എന്ന് പറയുന്ന ഉൽപ്പാദന ഘടകത്തിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ്, ഇതെല്ലാം എന്തിൽ ഉപയോഗിക്കുന്നു? ഭൂമി എന്ന ഉൽപ്പാദന ഘടകത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ഭൂമി എന്ന ഉൽപ്പാദന ഘടകത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നവ കൂടാതെ മറ്റെന്തെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. എന്തൊക്കെയാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്? പെട്രോളിയം, ലോഹങ്ങൾ എന്നിവ തന്നിട്ടുണ്ട്. ഇവ കൂടാതെ എന്താണ്? സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്,
തിരമാല ഉപയോഗിക്കുന്നുണ്ട്, ഇവയൊക്കെ ഉപയോഗിക്കുന്നു. അടുത്ത ഉൽപാദന ഘടകം ഏതാണ് തന്നിരിക്കുന്നത്? തൊഴിൽ ആണ് തന്നിരിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. അപ്പോൾ തൊഴിൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുന്നു. ഇപ്പം തേയില നുള്ളുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ തേയില അവിടെ ചെടി പിടിച്ച് നിൽക്കും. ആരും ഒന്നും ചെയ്യാതിരുന്നാൽ അതിനെ നുള്ളിക്കൊണ്ട് ഫാക്ടറിയിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? തൊഴിൽ എന്ന് പറയുന്നു. അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ചാണ് തൊഴിലാളികൾ എന്തിൽ പങ്കാളിയാകുന്നത്? ഉൽപാദന പ്രക്രിയയിൽ പങ്കാളിയാകുന്നത്. നമ്മൾ എങ്ങനെയുള്ളവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്? പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിസരത്ത് എന്താണ്? പലതരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അവരോട് അന്വേഷിച്ചറിയണം. അടുത്ത ഉൽപാദന ഘടകം എന്നത് മൂലധനമാണ്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ്. അപ്പം മൂലധനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രക്രിയ ആരംഭിക്കുമ്പോഴും നമുക്ക് എന്ത് ആവശ്യമാണ്? മൂലധനം ആവശ്യമാണ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ കമ്പനി തുടങ്ങുമ്പോൾ അവിടെ എന്ത് വേണം? അവിടെ കമ്പനിക്ക് വേണ്ട കെട്ടിടങ്ങൾ വേണം, അതിൻ്റെ ഉള്ളിൽ വേണ്ട ഉപകരണങ്ങൾ വേണം. തൊഴിലാളികൾ ആദ്യമായി കയറുമ്പോൾ അവർക്ക് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് ശമ്പളം കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതിനെല്ലാം എന്ത് വേണം? നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പോൾ ഈ പൈസയും അതുപോലെ കെട്ടിടവും അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളും എല്ലാം എന്തിൽ വരുന്നതാണ്? മൂലധനം എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഒരു കെട്ടിടം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ കെട്ടിടം വാങ്ങണ്ട. പക്ഷേ ആ കെട്ടിടം നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ആ ഉൽപാദന പ്രക്രിയയ്ക്കുള്ള ഒരു മൂലധനമാണ് ഏതെന്ന് പറയുന്നത്? ആ കെട്ടിടം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഉൽപാദന പ്രക്രിയയോ അല്ലെങ്കിൽ ഉൽപ്പന്നമോ ഒക്കെ തുടങ്ങുന്നതിന് ആദ്യം എന്ത് വേണം? കുറച്ച് കാര്യങ്ങൾ വേണം. സാമ്പത്തിക വിഭവങ്ങൾ വേണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൂലധനം എന്ന് പറയുന്നത്. മൂലധനം പല വിധത്തിലുണ്ട്. സാമ്പത്തിക മൂലധനത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? പണം, നിക്ഷേപം എന്നിവ വരുന്നു. ഇനി അടുത്ത എന്താണ്? മനുഷ്യ മൂലധനത്തിൽ എന്ത് വേണം? കഴിവ്, ജ്ഞാനം. നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പ്രക്രിയയെപ്പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. അത് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അടുത്ത എന്താണ്? ഭൗതിക മൂലധനത്തിൽ ഏതാ വരുന്നത്? യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വേണ്ടത്. ഇനി അടുത്ത എന്താണ്? പ്രകൃതി മൂലധനത്തിൽ എന്തോ വേണം? വിഭവങ്ങളും പരിസ്ഥിതിയും വേണം. ഇന്നിങ്ങനെ മൂലധനത്തെ പലതായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ഉൽപാദന ഘടകമാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. അപ്പോൾ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു ഉൽപാദന പ്രക്രിയ തുടങ്ങണം. അതിന് വേണ്ട ഭൂമി എന്ന് പറയുന്ന ഘടകത്തിൽ വരുന്ന കാര്യങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, മൂലധനമുണ്ട്. പക്ഷേ ഇത് വെറുതെ അവിടെ മൂന്നിടത്തായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രക്രിയ നടക്കുമോ? ഇല്ല. ഈ മൂന്ന് കാര്യങ്ങളെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം നടത്തുന്ന ആളെ നമ്മൾ എന്തെന്ന് വിളിക്കും? സംഘാടകർ എന്നോ അല്ലെങ്കിൽ സംരംഭകർ എന്നോ വിളിക്കും. സംരംഭകർ അപ്പോൾ എന്തോ ചെയ്യുന്നത്? ഒരു പുതിയ ആശയം, ഇപ്പം നിങ്ങളൊരു തേയില ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ആ ആശയം ചിന്തിച്ചെടുക്കുന്ന ആളാണ് ആര്? സംഘാടകൻ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അതിന് വേണ്ട കെട്ടിടവും, ഇപ്പോൾ ഫാക്ടറി വേണം, അവിടെ ഉപകരണങ്ങൾ വേണം, ഇതൊക്കെ ആ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. അതുപോലെ അവിടെ തൊഴിലാളികളെ കണ്ടെത്തുന്നത് ആ വ്യക്തിയായിരിക്കും. അതുപോലെ തേയിലത്തോട്ടം തുടങ്ങാനുള്ള ഭൂമി കണ്ടെത്തുന്നത് അയാളായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സംഘാടകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഉൽപാദന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നത്. ഇനി ഈ ഉൽപാദന ഘടകങ്ങൾക്ക് എന്ത് നൽകുകയും വേണം? പ്രതിഫലം നൽകണം. അപ്പോൾ എന്താണ് ഈ ഓരോ ഉൽപാദന ഘടകങ്ങളുടെയും പ്രതിഫലം എന്ന് നോക്കാം.
ഉൽപാദന ഘടകങ്ങളും പ്രതിഫലവും. ഉൽപാദന ഘടകം എന്താണ്? ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ്. നമ്മൾ റെൻ്റ് എന്നൊക്കെ പറയില്ലേ, വാടക. അതേപോലെ ഭൂമിക്ക് പാട്ടം, തൊഴിലിന് എന്താ കിട്ടുന്നത്? കൂലി. മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? പലിശ. സംഘാടനത്തിൻ്റെ പ്രതിഫലം എന്താണ്? ലാഭം. ഓക്കെ, ഇനി ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു. ആരാണ് ഉപയോഗിക്കുന്നത്? തൊഴിലാളിയാണല്ലേ. ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം പലിശ. ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം. ആ ഉൽപാദന ഘടകം ഏതാണ്? മൂലധനമാണല്ലേ. ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി എന്തെന്ന് വിളിക്കും? ആ വ്യക്തിയെ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് വിളിക്കും. ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം ഏതാണ്? ഏത് ഘടകമാണ്? ഭൂമിയാണ് ആ ഘടകം. ഓക്കെ, അടുത്തതായിട്ട് ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുട്ടി കടയിൽ ചെന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ചാർട്ട് പേപ്പർ, റിബൺ, സ്കെയിൽ, സ്കെച്ച് പെൻ ഇതൊക്കെയാണ് വേണ്ടത്. നിങ്ങളും ഇതുപോലെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ലേ? ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ വാങ്ങാറുണ്ട്? പലതരം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടിക തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അന്വേഷിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ വാങ്ങിയതെന്ന് അന്വേഷിക്കൂ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഉപഭോഗം. അപ്പോൾ ഉപഭോഗം എന്നാൽ എന്താണ്? മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിന് എന്തെന്ന് പറയും? ഉപഭോഗം എന്ന് പറയും. വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. അപ്പോൾ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുക്കാമെന്ന കരാറിലോ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഉപഭോക്താവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന പ്രക്രിയയെ ഉപഭോഗം എന്നും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുന്ന വ്യക്തിയെ ഉപഭോക്താവ് എന്നും വിളിക്കുന്നു. ഇനി ഗാന്ധിജി എന്താണ് പറഞ്ഞത്? നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്കൊരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഗാന്ധിജി. അപ്പോൾ ഉപഭോക്താവിൻ്റെ പ്രാധാന്യമാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത്. അതായത് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ആ കടയിലുള്ള വ്യക്തിയെ നമ്മൾ എങ്ങനെ കാണണം എന്നാണ് പറയുന്നത്. ആ വരുന്ന ആളാരാണ്? ഉപഭോക്താവാണ്. ഉപഭോക്താവ് ഒരിക്കലും ആശ്രയിക്കുകയല്ല, മറിച്ച് എന്താണ്? ആ സാധനം വിൽക്കാനിരിക്കുന്ന ആളാണ് ആരെ ആശ്രയിക്കുന്നത്? ഉപഭോക്താവിനെ ആശ്രയിക്കുന്നത്. അവരെ നമ്മൾ എന്തായിട്ട് കാണണം? നമ്മുടെ ലക്ഷ്യമായിട്ട് കരുതണം. അവരന്യരല്ല, നമ്മുടെ ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വിൽക്കുന്നത് വഴി നമ്മൾ അവരോട് സേവനം കാണിക്കുകയല്ല, മറിച്ച് എന്താണ്? അവർ നമുക്കാണ് സേവനം നൽകുന്നത് എന്ന് കരുതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സാധനങ്ങൾ നൽകാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്താണ് സേവനങ്ങൾ നൽകുന്നവരോ ഒക്കെ ചിന്തിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും ലഭിക്കാറുണ്ടോ? അത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി കുറച്ച് വാർത്താ തലക്കെട്ടുകൾ നോക്കൂ. കറി പൗഡറിൽ മായം, പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. അളവ് തൂക്ക തട്ടിപ്പ്, 1 മാസത്തിനിടെ 90 ലക്ഷം പിഴയിട്ടു. വൃത്തിക്കുറവും മായം കൂടുതലും, 100-ലധികം ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. 400 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? എന്തൊക്കെയാണ്? ഗുണമേന്മ, നല്ല സാധനമായിരിക്കണം അല്ലേ കിട്ടേണ്ടത്. നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നു, അപ്പോൾ നമുക്ക് എന്താണ്? നല്ല ഗുണമുള്ള സാധനം തന്നെ തരണം. വിൽപ്പനാനന്തര സേവനം, അത് നമ്മൾ മേടിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സേവനങ്ങൾ വേണ്ട സാധനങ്ങളാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മിക്സി മേടിക്കുന്നു എന്ന് വിചാരിക്കുക. മിക്സി മേടിച്ചിട്ട് വന്നിട്ട് അത് 1 മാസത്തിനുള്ളിൽ തന്നെ കേടാവുന്നു. കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കത് ഇത്ര വർഷം കേടാവില്ല എന്ന് പറഞ്ഞാൽ
സാധനമല്ലേ അവർ തരുന്നത്. അപ്പോൾ അവരതെന്ത് ചെയ്ത് തരണം, നമുക്കത് ശരിയാക്കി തരണം. അപ്പോൾ വിൽപ്പനാനന്തര സേവനം. പിന്നെ എന്താണ്, വിശ്വാസ്യത. നമ്മൾ അവരെ വിശ്വസിക്കേണ്ടത്, നല്ലതാണെന്ന് അവർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചാണ് എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്തായിരിക്കണം, നല്ലതായിരിക്കണം. ഇനി അളവിലും തൂക്കത്തിലും കൃത്യത. നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, നമ്മൾ 1 കിലോ സാധനം മേടിക്കുന്നു. അപ്പോൾ ആ സാധനം നമുക്ക് 1 കിലോ തന്നെ തരണ്ടേ, അതിലവർ ക്രമക്കേട് കാണിക്കാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങളാണ്. ഇനി ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയ പരമാവധി വില കൃത്യമായും പരിശോധിക്കാറുണ്ട്. നമ്മൾ പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ അതിൻ്റെ കൃത്യമായ വിലയില്ലേ, നിങ്ങൾ പരിശോധിക്കാറുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളതിന് ടിക്ക് ചെയ്യാം. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ട്. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ പറയുമല്ലേ, നമ്മൾ എന്താണ് ഇത്ര നാൾ വരെ ഒരു വസ്തു ഉപയോഗിക്കാവൂ എന്ന് കാണും. അപ്പോൾ അത് പാക്ക് ചെയ്ത ഡേറ്റും അതുപോലെ തന്നെ എന്താണ് അത് എത്ര തീയതിക്ക് മുൻപേ അത് ഉപയോഗിക്കണം എന്നുള്ള ഡേറ്റും ആ വസ്തുവിൻ്റെ ആ പാക്കറ്റിൻ്റെ പുറത്ത് കാണും. നിങ്ങളത് നോക്കാറുണ്ടോ? പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വാങ്ങിയ സാധനത്തിന് അവർ പറയും എന്താണ്, നല്ല രുചിയുള്ളതാണ് അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ളതാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾക്കെല്ലാം അത്രയും ഗുണമേന്മ ഉണ്ടായിരുന്നോ? വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കാറുണ്ട്. നമ്മൾ വാങ്ങിയ മിക്സിയോ ടിവിയോ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സേവനം ലഭിക്കാറുണ്ടോ? ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിൻ്റെ വിലയനുസരിച്ചുള്ള ഗുണമേന്മ ഉണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾക്ക് എന്താണ്, നിങ്ങൾ കൊടുത്ത വിലയ്ക്കനുസരിച്ച് അത്രയും നല്ല സാധനമാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആണെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങളൊരു സാധനം വാങ്ങിയിട്ട് നിങ്ങളതിൽ ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നിയാൽ ഉപഭോക്തൃ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അതുപോലെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങിയിട്ട് അതിനെന്തെങ്കിലും കേട് സംഭവിച്ച് അവർ സർവീസ് ചെയ്ത് തരുമെന്ന് പറയും. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചു കഴിയുമ്പം സർവീസ് ചെയ്ത് തരാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ കേസ് കൊടുക്കുന്നതും അങ്ങനെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അപ്പോൾ ഇതുപോലെ ഏതൊരു വസ്തുവും, നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി, ഇത്ര രൂപ കൊടുത്ത് വാങ്ങി, എന്നിട്ട് എന്താണ് അത് ഒറ്റ തവണ കഴുകിയപ്പോഴേ അത് ചീത്തയായിപ്പോയി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൊക്കെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കഴിയും കേട്ടോ. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദനം, മിച്ചോൽപാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. അപ്പോൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മെച്ചപ്പെടത്തുള്ളൂ. ആ സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നത്? മനുഷ്യരുടെ അധ്വാനവും സാങ്കേതിക വിദ്യ, ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നത്. മാത്രമല്ല ഉൽപ്പാദനത്തിലും മിച്ചോൽപാദനത്തിലും കൈമാറ്റ സമ്പ്രദായങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജി വളരെയധികം സ്വാധീനം പുലർത്തുന്നുണ്ട്. ഇത് വിപണികളുടെ വളർച്ചയെ സഹായിക്കുന്നു. അങ്ങനെ പിന്നെന്താണ്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഭൂപടം പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമി എന്നുള്ളതാണ് നടുക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ ഉപരിതലം. പിന്നെന്തായിരിക്കും വരുന്നത്, വായു, സൂര്യപ്രകാശം, കാറ്റ് എന്നിവ എന്തിൽ വരുന്നു, ഭൗമാന്തരീക്ഷത്തിലാണ് വരുന്നത്. ഇനി പെട്രോളിയം, കൽക്കരി, ലോഹങ്ങൾ എന്നിവ എന്തോത്തിൽ വരും, ഭൂമിയുടെ അന്തർഭാഗമാണ്, അന്തർഭാഗം എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഉപരിതലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവ എന്തൊക്കെയാണ്, ജലം, മണ്ണ്, വനവിഭവങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെ ആശയഭൂപടം പൂർത്തീകരിക്കാം. പിന്നീട് നിങ്ങളോട് ഉൽപ്പാദനവും ഉൽപ്പാദന ഘടകങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്, അതായത് ഇപ്പോൾ നമുക്ക് കേസുകളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, എന്തെങ്കിലും ചതിവുകൾ പറ്റിക്കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നോ സേവനങ്ങളിൽ നിന്നോ ഒക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നീട് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധം കാണിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം നമ്മൾ അല്ലാതെ പേപ്പറിലല്ല, ഡിജിറ്റലായിട്ടൊരു ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.